തന്റെ ആഡംബര കാറിന്റെ വിൻഡോ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആയുഷിന്റെ മനസ്സിൽ ഒരു തരം ശൂന്യതയായിരുന്നു. അമ്മയുടെ വേർപാടിനു ശേഷം ബിസിനസ് തിരക്കുകളിൽ മാത്രം മുഴുകി ജീവിക്കുന്ന അച്ഛന്റെ തണലിൽ വളർന്ന അവൻ നഗരത്തിലെ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനാണ്. എങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു വലിയ ഏകാന്തത അവനെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടേയിരുന്നു. രാത്രി സമയം ഏറെ വൈകിയിരുന്നു. ഓഫീസ് മീറ്റിംഗുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ നഗരത്തിന്റെ ഒരു വിജനമായ കോണിലുള്ള ഫുട്പാത്തിലേക്ക് അവന്റെ ശ്രദ്ധ പെട്ടെന്ന് പതിഞ്ഞു. അവിടെ കനത്ത മഴയത്ത് ഒരു പെൺകുട്ടി മുട്ടുകാലിൽ തലവെച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ പൂർണ്ണമായും നനഞ്ഞ് കുതിർന്നിരുന്നു. അവളുടെ ശരീരം തണുപ്പ് കൊണ്ടും ഭയം കൊണ്ടും വിറക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ കാർ നിർത്തി മുന്നോട്ടു പോകാൻ ആയുഷിന്റെ മനസ്സൊട്ടും അനുവദിച്ചില്ല. ഇത്രയും വലിയൊരു നഗരത്തിൽ ഇത്രയും ഭയാനകമായ ഒരു രാത്രിയിൽ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ റോഡിൽ ഉപേക്ഷിക്കുന്നത് മരണത്തിന് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണെന്ന് അവൻ ചിന്തിച്ചു. അവൻ കാറിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് നടന്നു. കുട ചൂടി അവളുടെ അരികിൽ നിന്നിട്ട് അവൻ ചോദിച്ചു, "ഈ അർദ്ധരാത്രിയിൽ എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ?" ആ ശബ്ദം കേട്ട് ഭയത്തോടെ അവൾ തല ഉയർത്തി നോക്കി. അവളുടെ കണ്ണുകളിൽ കടുത്ത ഭയവും നിസ്സായ അവസ്ഥയും നിഴലിച്ചിരുന്നു. അവളുടെ കവളിൽ ആരോ അടിച്ച പാടുണ്ട്. വസ്ത്രങ്ങൾ പലയിടത്തും കീറിയിരുന്നു. അവൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നോളാം. നിങ്ങൾ ദയവായി ഇവിടെ നിന്ന് പോകണം. എനിക്ക് ആരുടെയും സഹായം വേണ്ട." എന്നാൽ അവൾ പറയുന്നത് കള്ളമാണെന്ന് ആയുഷിന് മനസ്സിലായി. ഈ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കുഴപ്പമില്ലെന്ന് പറയാൻ കഴിയുക? അവൻ വീണ്ടും ചോദിച്ചു, "നിങ്ങളുടെ വീട് എവിടെയാണ്? ഞാൻ നിങ്ങളെ അവിടെ എത്തിക്കാം." ആ ചോദ്യം കേട്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അവൾ പറഞ്ഞു, "എനിക്ക് വീടില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊരിക്കലും ഒരു സ്വന്തം വീട് ഉണ്ടായിട്ടില്ല." ആ മറുപടി ആയുഷിനെ അത്ഭുതപ്പെടുത്തി. "അതെന്താണ് അങ്ങനെ പറയുന്നത്? അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ആരെങ്കിലും കാണുമല്ലോ?" അവൾ തലയാട്ടി. "ഈ നഗരത്തിൽ മാത്രമല്ല, ഈ ലോകത്തിൽ തന്നെ എനിക്ക് എന്റേതെന്ന് പറയാൻ ആരുമില്ല. ഞാൻ പൂർണ്ണമായും ഒറ്റക്കാണ്." ആ പെൺകുട്ടിയുടെ വാക്കുകളിലെ വേദന ആയുഷിന്റെ ഉള്ളിൽ തട്ടി. അവൻ പറഞ്ഞു, "ഇങ്ങനെ ഈ മഴയത്ത് ഇരുന്നാൽ നിങ്ങൾ രോഗബാധിതയാകും. ദയവായി എന്റെ കൂടെ വരൂ. ഇന്ന് രാത്രി എന്റെ വീട്ടിൽ സുരക്ഷിതമായി കഴിയാം. നാളെ നേരം പുലരുമ്പോൾ നിങ്ങൾക്ക് ഉചിതമായ തീരുമാനമെടുക്കാം." എന്നാൽ പെട്ടെന്ന് ഒരു അപരിചിതനെ വിശ്വസിക്കാൻ അവൾ തയ്യാറായില്ല. അവൾ പറഞ്ഞു, "എനിക്കാരെയും വിശ്വസിക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ആളുകളെ വിശ്വസിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്." അവളുടെ ഭയം മനസ്സിലാക്കിയ ആയുഷ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, "നിങ്ങളുടെ അനുവാദമില്ലാതെ ഞാൻ നിങ്ങളെ തൊടുക പോലുമില്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ മാത്രമാണ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നത്." ഒടുവിൽ ആയുഷിന്റെ ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകൾക്ക് മുന്നിൽ അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. അവൾ വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് അവന്റെ കാറിലേക്ക് നടന്നു. വണ്ടി നഗരത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങി. ആരതി ആയുഷിന്റെ കാറിന്റെ പിൻസീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കി വിതുമ്പിക്കൊണ്ടിരുന്നു. കാറിന്റെ ഗ്ലാസിലൂടെ പുറത്തെ മുംബൈ നഗരത്തിന്റെ മങ്ങിയ വെളിച്ചം അവൾ കാണുന്നുണ്ടായിരുന്നു. ആയുഷ് വളരെ ശ്രദ്ധയോടെ കാർ ഓടിക്കുന്നതിനിടയിൽ കണ്ണാടിയിലൂടെ അവളെ നോക്കി. അവളുടെ വിറയലും ഭയവും മാറ്റാൻ അവൻ ശാന്തമായ സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. "എന്റെ പേര് ആയുഷ് എന്നാണ്. പേരറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭയം കുറഞ്ഞേക്കും എന്ന് കരുതിയാണ് ഞാനിത് പറയുന്നത്." അവൾ തല ഉയർത്താതെ വളരെ പതിഞ്ഞ ശ്വാസത്തിൽ മറുപടി നൽകി. "പേരറിയുന്നത് കൊണ്ട് എന്താണ് മാറാൻ പോകുന്നത്? മനുഷ്യരൊക്കെ ഒന്ന് തന്നെയല്ലേ? എല്ലാവരും ആദ്യം വലിയ ദയവുള്ളവരായി അഭിനയിക്കും, അവസാനം നമ്മെ ചതിക്കുഴിയിലേക്ക് തള്ളിയിടും." ആയുഷ് ശാന്തമായി പറഞ്ഞു, "ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒരേപോലെയല്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ കഷ്ടപ്പാടുകൾക്കിടയിലും വിധി നമ്മെ നല്ല മനുഷ്യരിലേക്ക് എത്തിക്കാറുണ്ട്. ഈ പെയ്യുന്ന കനത്ത മഴ പുറത്തുള്ള അഴുക്കുകളെല്ലാം കഴുകിക്കളയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളും കഴുകിക്കളയട്ടെ." കുറച്ചു സമയത്തെ യാത്രയ്ക്ക് ശേഷം കാർ നഗരത്തിലെ ഒരു ആഡംബര ബംഗ്ലാവിന്റെ വലിയ ഇരുമ്പ് ഗേറ്റുകൾ കടന്ന് മുന്നിൽ വന്നു നിന്നു. അത്രയും വലിയൊരു കൊട്ടാരം പോലുള്ള വീട് ആരതി അവളുടെ ജീവിതത്തിൽ ആദ്യമായാണ് കാണുന്നത്. കാർ നിന്നപ്പോൾ അതിൽ നിന്നിറങ്ങാനോ വീടിന്റെ അകത്തേക്ക് കയറാനോ അവൾ മടിച്ചു. കനത്ത ലൈറ്റുകളുടെ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന ആ ലിവിംഗ് റൂമിലേക്ക് നോക്കി അവൾ വിക്കി വിക്കി പറഞ്ഞു, "ഇത്രയും വൃത്തിയുള്ള ഒരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ ശരീരത്തിലെ ഈ ചളിയും അഴുക്കും പുരണ്ട് നിങ്ങളുടെ ഈ മനോഹരമായ വീട് അശുദ്ധമാകുമോ എന്ന് എനിക്ക് ഭയമുണ്ട്." ആയുഷ് അവളുടെ വാക്കുകൾ കേട്ട് സൗമ്യമായി പുഞ്ചിരിച്ചു. അവൻ പറഞ്ഞു, "ഇവിടെ ഒന്നും അശുദ്ധമാകില്ല ആരതി. നിങ്ങളും വളരെ ശ്രദ്ധയുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഒട്ടും ഭയപ്പെടാതെ ധൈര്യമായി അകത്തേക്ക് വരൂ." അവൻ അവളെ അതിഥികൾക്കായി ഒരുക്കിയിട്ടിരുന്ന മനോഹരമായ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന വലിയ തടിയുടെ അലമാര തുറന്ന് ചില പുതിയ വസ്ത്രങ്ങൾ അവൾക്ക് നേരെ നീട്ടി. "ഇതെന്റെ സഹോദരിയുടെ വസ്ത്രങ്ങളാണ്. അവൾ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ ദുബായിലാണ് താമസം. നിങ്ങൾ ആദ്യം ബാത്റൂമിൽ പോയി ശരീരം വൃത്തിയാക്കി ഈ വസ്ത്രങ്ങൾ
വസ്ത്രങ്ങൾ ധരിക്കൂ. തണുപ്പടിച്ചാൽ നിങ്ങൾക്ക് പനി വരും. അതിനുശേഷം നമുക്ക് സമാധാനമായി സംസാരിക്കാം. അവൾ വസ്ത്രങ്ങൾ കൈനീട്ടി വാങ്ങിക്കൊണ്ട് വളരെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആരതി, ഇപ്പോൾ എന്റെ പക്കൽ അവശേഷിക്കുന്ന ഒരേയൊരു സമ്പാദ്യം ഈ പേര് മാത്രമാണ്. ആരതി ബാത്റൂമിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. കണ്ണാടിയിൽ കണ്ട് സ്വന്തം രൂപം കണ്ട് അവൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകളിൽ ഭയത്തിന്റെ ആഴം അത്രമേൽ വലുതായിരുന്നു. വിറക്കുന്ന കൈകൾ കൊണ്ട് അവൾ മുഖത്തെ അഴുക്കുകൾ കഴുകിക്കളഞ്ഞു. വസ്ത്രം മാറി അവൾ പുറത്തേക്ക് വന്നപ്പോൾ ആയുഷ് ഡൈനിങ് ടേബിളിൽ ആവി പറക്കുന്ന ചൂടുള്ള ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അവളെ ഭക്ഷണം കഴിക്കാൻ സ്നേഹത്തോടെ ക്ഷണിച്ചു. ആദ്യം അവൾ മടിച്ചുകൊണ്ട് മാറി നിന്നെങ്കിലും ദിവസങ്ങളായി ശരിയായ ഭക്ഷണം കഴിക്കാത്ത അവളുടെ വയറ് വിശപ്പ് കൊണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ആയുഷിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഇരിക്കുകയും ആർത്തിയോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയും ചെയ്തു. പെട്ടെന്ന് അവൾക്ക് സ്വയം ലജ്ജ തോന്നി. അവൾ കൈകൾ പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് എന്റെ കൈകൾ എനിക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആയുഷ് അവളുടെ പ്ലേറ്റിലേക്ക് വീണ്ടും ഭക്ഷണം വിളമ്പിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം ആരതി. ഇവിടെ നിങ്ങളെ ചോദ്യം ചെയ്യാനോ തടയാൻ നോക്കാനോ ആരുമില്ല. സമാധാനമായി കഴിക്കൂ. അന്ന് രാത്രി ആ വലിയ മുറിയിലെ കിടക്കയിൽ കിടക്കുമ്പോൾ ആരതി ആദ്യമായി ഒരു കാര്യം ചിന്തിച്ചു. ഈ സ്വാർത്ഥത നിറഞ്ഞ ലോകത്തിൽ യാതൊരു ലാഭവുമില്ലാതെ മനുഷ്യരെ സഹായിക്കുന്നവരും ഉണ്ടെന്ന്. ആ ചിന്ത അവളുടെ മനസ്സിലെ ഭയത്തെ ചെറുതായി ഒന്ന് കുറച്ചു. പിറ്റേന്ന് രാവിലെ വളരെ നേരത്തെ തന്നെ ആരതി ഉണർന്നു. ഒരു വലിയ ആശ്വാസത്തോടെയാണ് അവൾ കണ്ണു തുറന്നത്. ഒരു പുതിയ അന്തരീക്ഷം, പക്ഷേ ഭയപ്പെടുത്താത്ത ഒന്ന്. അവൾ പതുക്കെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് നടന്നു. ആ വലിയ ബംഗ്ലാവ് തികച്ചും ശാന്തമായിരുന്നു. ആയുഷ് അപ്പോഴും ഉറക്കത്തിലായിരുന്നു. തന്റെ ജീവൻ രക്ഷിച്ച ആ മനുഷ്യനോടുള്ള നന്ദി അവൾക്ക് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. അവൾ പതുക്കെ അടുക്കളയിലേക്ക് നടന്നു. അവിടെയുള്ള സാധനങ്ങളൊക്കെ ക്രമമായി വെക്കാനും വീടിന്റെ മുൻഭാഗം വൃത്തിയാക്കാനും അവൾ സ്വയം തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞ് ഉറക്കമുണർന്നു വന്ന ആയുഷ് ലിവിംഗ് റൂമിലെ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടുപോയി. വീട് മുഴുവൻ വളരെ വൃത്തിയായി കിടക്കുന്നു. അടുക്കളയിൽ നിന്ന് ചായയുടെ മനോഹരമായ സുഗന്ധം വരുന്നുണ്ടായിരുന്നു. അവൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ആരതി അവിടെ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ആയുഷ് പെട്ടെന്ന് അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ആരതി, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ നന്നായി വിശ്രമിക്കേണ്ട സമയമാണ്. ഈ ജോലികളൊക്കെ ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട്. ആരതി വിനയത്തോടെ മറുപടി നൽകി. ആയുഷ്, നിങ്ങൾ ഇന്നലെ രാത്രി എനിക്ക് തന്നത് വെറുമൊരു അഭയമല്ല, എന്റെ ജീവൻ കൂടിയാണ്. എനിക്ക് ആരുടെയും മുന്നിൽ ഒരു ഭാരമായി സൗജന്യം പറ്റി ജീവിക്കാൻ താല്പര്യമില്ല. എന്നെ കൊണ്ട് കഴിയുന്ന ജോലികൾ ഈ വീട്ടിൽ ചെയ്യാൻ എന്നെ അനുവദിക്കണം. എങ്കിൽ മാത്രമേ എന്റെ മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം ലഭിക്കൂ. അവളുടെ ആത്മാഭിമാനം കണ്ടപ്പോൾ ആയുഷിന് അവളോട് കൂടുതൽ ബഹുമാനം തോന്നി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഞാൻ നിനക്ക് ചെയ്ത ഉപകാരമല്ല ആരതി, കേവലം മനുഷ്യത്വം മാത്രമാണ്. ശരി, നിന്റെ മനസ്സ് വിഷമിക്കുമെങ്കിൽ ജോലികൾ ചെയ്തോളൂ. പക്ഷെ ഇപ്പോൾ വരൂ, നമുക്ക് ഒന്നിച്ച് ഇവിടുന്ന് കാപ്പി കുടിക്കാം. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയൂ. നിങ്ങളുടെ ഉള്ളിലെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞാൽ മാത്രമേ ആ ഭാരം കുറയൂ. ആയുഷിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ചായ കപ്പുകളുമായി ലിവിംഗ് റൂമിലെ സോഫയിൽ വന്നിരുന്നു. അവൾ തന്റെ ഭൂതകാലം ഓർത്തെടുക്കാൻ തുടങ്ങി. ഞാൻ ജയ്പൂരിലാണ് ജനിച്ചതും വളർന്നതും. വളരെ സന്തോഷമുള്ള ഒരു ചെറിയ കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഒരു വലിയ റോഡ് അപകടത്തിൽ എന്റെ അമ്മയും അച്ഛനും എന്നെ തനിച്ചാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് ഞാൻ വളർന്നത് എന്റെ അമ്മയുടെ സഹോദരന്റെ, അതായത് എന്റെ മാമന്റെ വീട്ടിലാണ്. അവിടുത്തെ മാമി എന്നോട് വലിയ ദയുള്ള ആളായിരുന്നു. പക്ഷെ മാമന് ഞാൻ എപ്പോഴും ഒരു അധികപ്പറ്റായിരുന്നു. ഓരോ ദിവസവും ഞാൻ അദ്ദേഹത്തിന് ഒരു ഭാരമാണെന്ന് അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ കഴിക്കുന്ന ഓരോ പിടി ഭക്ഷണത്തിലും അദ്ദേഹത്തിന്റെ കണ്ണുണ്ടായിരുന്നു. ആരതിയുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി. അവൾ ഒരു ദീർഘശ്വാസം എടുത്തു തുടർന്നു. എനിക്ക് 18 വയസ്സ് ആയപ്പോൾ തന്നെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി മാമൻ എന്നെ റോഹിത് എന്നൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു തന്നു. വിവാഹം കഴിഞ്ഞ അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ദൈവത്തോട് നന്ദി പറഞ്ഞു. കാരണം ഇനിയെങ്കിലും ഒരു സ്വന്തം വീടായി, എന്നെ സ്നേഹിക്കാൻ ഒരാളായി, ഒരു പുതിയ ജീവിതമായി എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ആ സന്തോഷം വെറും ഒരാഴ്ച മാത്രമേ നീണ്ടു നിന്നുള്ളൂ. വിവാഹം കഴിഞ്ഞ് 7-ാം ദിവസം റോഹിത് എന്നെ മുറിക്കുള്ളിലാക്കി വാതിലടച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ മാമനെ വിളിച്ച് സ്ത്രീധനമായി 5 ലക്ഷം രൂപ കൂടി വാങ്ങിത്തരണമെന്ന്. എന്റെ മാമന് അത്രയും തുക നൽകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഞാൻ അതിന് വിസമ്മതിച്ചപ്പോൾ അവൻ എന്നെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. ആരതി തന്റെ വിറക്കുന്ന കൈകൾ കൊണ്ട് മുഖം പൊത്തിക്കരഞ്ഞു. ആയുഷ് അതീവ സങ്കടത്തോടെ അവൾ പറയുന്നത് കേട്ടിരുന്നു. ആരതിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ആയുഷിന്റെ മുഖത്ത് ദേഷ്യവും സങ്കടവും ഒരേപോലെ പ്രകടമാകുന്നുണ്ടായിരുന്നു. അവൾ തന്റെ കവിളുകൾ തുടച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് കഥ തുടർന്നു. റോഹിത്തിന്റെ വീട്ടിൽ ഓരോ ദിവസവും നരകതുല്യമായിരുന്നു ആയുഷ്. സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് ദിവസവും ചീത്തവിളികളും ക്രൂരമായ പീഡനങ്ങളും മാത്രമായിരുന്നു. സഹികെട്ട് ഒരു ദിവസം ഞാൻ ഒളിച്ചും പാത്തും മാമനെ
ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു. എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് കരഞ്ഞു പറഞ്ഞു. എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ നിന്റെ ഉത്തരവാദിത്തം തീർന്നു. ഇനി നിന്റെ ജീവിതം അവിടെയാണ്. നിന്റെ ഭർത്താവാണ് നിന്റെ എല്ലാം എന്ന് പറഞ്ഞ് അദ്ദേഹം കൈയൊഴിഞ്ഞു. അതോടെ എന്റെ അവസാനത്തെ പ്രതീക്ഷയും അറ്റുപോയി. 2 മാസം തികയുന്നതിന് മുമ്പ് ചോദിച്ച പണം ഇല്ലാതെ ഈ വീട്ടിലേക്ക് ഇനി കയറരുത് എന്ന് പറഞ്ഞ് ഒരു രാത്രിയിൽ രോഹിത് എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. കയ്യിൽ ഒരു രൂപ പോലും ഇല്ലാതെ കരഞ്ഞുകൊണ്ട് ഞാൻ നേരെ മാമന്റെ വീട്ടിലേക്കാണ് ഓടിയത്. എന്നാൽ അവിടെ എത്തിയപ്പോൾ ആ വീട് പൂട്ടിയിരിക്കുകയായിരുന്നു. രോഹിത് എന്നെ ഉപേക്ഷിച്ച വിവരം അറിഞ്ഞിട്ടാകാം അവർ ആ നഗരം വിട്ടു പോയിരുന്നു. എനിക്ക് പോകാൻ ഈ ഭൂമിയിൽ മറ്റൊരിടവും ഉണ്ടായിരുന്നില്ല. എന്റെ കയ്യിൽ ആകെ അവശേഷിച്ചിരുന്നത് അമ്മായി എനിക്ക് രഹസ്യമായി തന്നിരുന്ന 1000 രൂപ മാത്രമായിരുന്നു. എല്ലാവരും പറയാറുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്, മുംബൈ വലിയൊരു നഗരമാണെന്ന്. അവിടെ അധ്വാനം ചെയ്യാൻ മനസ്സുള്ള ആർക്കും ജീവിക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ എന്റെ ജീവനും കൊണ്ട് മുംബൈയിലേക്കുള്ള ട്രെയിനിൽ കയറിയത്. പക്ഷേ മുംബൈ എന്നെ സ്വീകരിച്ചത് അതിലും ഭയാനകമായ രീതിയിലായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഞാൻ പൂർണ്ണമായും ഭയന്നുപോയി. എങ്ങോട്ട് പോകണം, ആരെ കാണണം എന്നെനിക്കറിയില്ലായിരുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ ഒരു മൂലയിൽ ഇരുന്ന് കരയുമ്പോഴാണ് ഒരു സ്ത്രീ എന്റെ അടുത്തേക്ക് വന്നത്. അവൾ വളരെ മധുരമായി സംസാരിക്കുകയും എന്നോട് വലിയ സഹതാപം കാണിക്കുകയും ചെയ്തു. ഒരു ഹോട്ടലിൽ നല്ല ശമ്പളമുള്ള ജോലിയും താമസിക്കാൻ സുരക്ഷിതമായ ഒരു മുറിയും അവൾ എനിക്ക് വാഗ്ദാനം ചെയ്തു. മറ്റൊന്നും ചിന്തിക്കാനില്ലാത്ത സാഹചര്യത്തിൽ ദൈവത്തെ പോലെ വന്ന ഒരാളാണെന്ന് കരുതി ഞാൻ ആ സ്ത്രീയെ പൂർണ്ണമായി വിശ്വസിച്ചു. അവളുടെ കൂടെ വണ്ടിയിൽ കയറി. എന്നാൽ വണ്ടി നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി വളരെ വിജനമായ ഒരു പ്രദേശത്തേക്കാണ് പോയത്. അവിടെ ഇരുണ്ട പഴയൊരു കെട്ടിടത്തിന് മുന്നിൽ വണ്ടി നിന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ നോട്ടത്തിലും ഭാവത്തിലും ഭീകരതയുണ്ടായിരുന്നു. ആ സ്ത്രീ എന്നെ അവർക്ക് പണത്തിനു വേണ്ടി വിൽക്കുകയാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അതിലൊരുത്തൻ എന്റെ കയ്യിൽ ബലമായി പിടിച്ചു. വലിയൊരു അപകടമാണ് മുന്നിലെന്ന് തിരിച്ചറിഞ്ഞ ഞാൻ എന്റെ സർവ്വശക്തിയും എടുത്ത് അലറി വിളിച്ചുകൊണ്ട് റോഡിലേക്ക് ഓടി. അവർ വിടാതെ എന്റെ പുറകെ ഓടി വന്നു. ഓടുന്നതിനിടയിൽ ഒരുത്തൻ എന്റെ മുടിയിൽ പിടിച്ച് എന്നെ കല്ലുകൾ നിറഞ്ഞ നിലത്തേക്ക് ക്രൂരമായി തള്ളിയിട്ടു. എന്റെ മുഖത്ത് ഈ കാണുന്ന പോറലുകൾ അന്ന് നിലത്ത് വീണപ്പോൾ അവരുടെ നഖങ്ങൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും ഉണ്ടായതാണ്. എങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ അവരുടെ കൈകളിൽ നിന്ന് എങ്ങനെയോ കുതറിമാറി വീണ്ടും ഇരുട്ടിലേക്ക് ഓടി. ഓടി ഓടി എന്റെ ശ്വാസം നിലക്കുന്ന അവസ്ഥയിലായി. കാലുകൾ മുറിഞ്ഞ് ചോരയൊലിച്ചു. ഒടുവിൽ ഓടാൻ വയ്യാതെ ഞാൻ ആ ഫുട്പാത്തിൽ വന്നിരുന്നു. അപ്പോഴാണ് കനത്ത മഴ പെയ്യാൻ തുടങ്ങിയത്. എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ആരതി പറഞ്ഞു നിർത്തി ആയുഷിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ നന്ദിയും ആശ്വാസവും നിറഞ്ഞിരുന്നു. ആരതി തന്റെ കണ്ണീർ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ ആയുഷിന്റെ മുറിയിൽ കനത്ത നിശബ്ദത പടർന്നു. ഒരു മനുഷ്യജീവൻ ഇത്രയധികം ക്രൂരതകൾ നേരിടേണ്ടി വരുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ആരതിയുടെ കൈകൾ ഇപ്പോഴും വിറക്കുന്നുണ്ടായിരുന്നു. ആയുഷ് പതുക്കെ മേശപ്പുറത്തിരുന്ന ഒരു ഗ്ലാസ് വെള്ളം അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി ഒരു സിപ്പ് കുടിച്ചുകൊണ്ട് അവനെ നോക്കി. ആയുഷിന്റെ കണ്ണുകളിൽ പ്രകടമായ അനുതാപവും ദയയും അവൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകിയത്. ആയുഷ് തികച്ചും ശാന്തമായി സംസാരിക്കാൻ തുടങ്ങി. ആരതി, നീ അനുഭവിച്ച വേദനകളും കഷ്ടപ്പാടുകളും എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ഞാൻ അത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ആ ഇരുണ്ട രാത്രിയിൽ നീ ആ ക്രൂരന്മാരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടതും ആ മഴയത്ത് ഞാൻ നിന്റെ മുന്നിൽ വന്നു നിന്നതും വെറുതെ അല്ല. ദൈവം നിന്നെ രക്ഷിച്ചതാണ്. നിനക്ക് ഒരു പുതിയ ജീവിതം നൽകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇനി പഴയ കാര്യങ്ങൾ ഓർത്ത് നീ ഭയപ്പെടേണ്ടതില്ല. അവൻ തുടർന്നു. ഈ വലിയ വീട്ടിൽ ഞാൻ തികച്ചും ഒറ്റക്കാണ് ആരതി. എന്റെ അമ്മ ക്യാൻസർ ബാധിച്ചാണ് മരിച്ചത്. അതിനുശേഷം അച്ഛൻ എപ്പോഴും ബിസിനസ് ലോകത്താണ് ജീവിക്കുന്നത്. പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടെങ്കിലും ഈ വലിയ ബംഗ്ലാവിൽ എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടിരുന്നത് കടുത്ത ഏകാന്തത മാത്രമായിരുന്നു. ഇത്രയും വലിയൊരു വീട്ടിലും മനുഷ്യർക്ക് ഇത്രമാത്രം ശൂന്യത അനുഭവപ്പെടാം എന്നെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടും പോകേണ്ടതില്ല. നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഈ വീട്ടിൽ സുരക്ഷിതമായി താമസിക്കാം. നിങ്ങളെ ചോദ്യം ചെയ്യാനോ ഇവിടുന്ന് ഇറക്കി വിടാനോ ആർക്കും അവകാശമില്ല. ആരതിക്ക് ആയുഷിന്റെ വാക്കുകൾ കേട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി. ആയുഷ് അവിടെയും നിർത്തിയില്ല. അവൻ അവൾക്ക് ഒരു പുതിയ ജീവിതമാർഗം കൂടി വാഗ്ദാനം ചെയ്തു. കൂടാതെ എന്റെ ഓഫീസിലെ ഫ്രണ്ട് ഡെസ്ക് റിസപ്ഷനിസ്റ്റിന്റെ പദവി ഇപ്പോൾ ഒഴിവുണ്ട്. എനിക്ക് വിശ്വസ്തതയും ആത്മാർത്ഥതയുമുള്ള ഒരാളെ ആ സ്ഥാനത്തേക്ക് ആവശ്യമുണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നാളെ മുതൽ എന്റെ കൂടെ ഓഫീസിൽ വരാം. എന്നാൽ പെട്ടെന്ന് ആ ഓഫർ സ്വീകരിക്കാൻ ആരതിക്ക് ഒരു മടി ഉണ്ടായിരുന്നു. അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ആയുഷ്, നിങ്ങൾ എന്നോട് കാണിക്കുന്നത് വലിയൊരു നന്മയാണ്. പക്ഷെ എനിക്ക് ഓഫീസിലെ ജോലികളൊന്നും അറിയില്ല. കമ്പ്യൂട്ടറോ ഫോണോ ഒന്നും കൈകാര്യം ചെയ്യാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഞാനൊരു സാധാരണ ചുറ്റുപാടിൽ നിന്ന് വന്നവളാണ്. എനിക്ക് അവിടെ ഒരു ഭാരമാകാൻ താല്പര്യമില്ല. ആയുഷ് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമിച്ചു. ആരും ജനിക്കുമ്പോൾ
തന്നെ എല്ലാം പഠിച്ചുകൊണ്ടല്ല വരുന്നത് ആരതി. എനിക്കും ആദ്യമൊന്നും ബിസിനസ് അറിയില്ലായിരുന്നു. നീ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണ്. ഞാൻ നിനക്ക് എല്ലാ ജോലികളും പഠിപ്പിച്ചു തരാം. എനിക്ക് നിന്റെ കയ്യിൽ നിന്ന് വലിയ ഡിഗ്രികളൊന്നും ആവശ്യമില്ല. നിന്റെ ഈ അധ്വാനം ചെയ്യാനുള്ള മനസ്സും ധൈര്യവും മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. നീ നാളെ മുതൽ എന്നോടൊപ്പം ഓഫീസിലേക്ക് വരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയുഷിന്റെ സഹോദരിയുടെ മനോഹരമായ ഒരു ചുരിദാർ ധരിച്ച് ആരതി പുതിയൊരു വ്യക്തിയെ പോലെ ഒരുങ്ങി. അവൾ ആയുഷിനൊപ്പം അവന്റെ കാറിൽ ഓഫീസിലേക്ക് തിരിച്ചു. ആ വലിയ ഓഫീസ് കെട്ടിടത്തിൽ എത്തിയപ്പോൾ അവൾക്ക് ചെറിയൊരു പരിഭ്രമം തോന്നിയെങ്കിലും ആയുഷ് കൂടെയുണ്ടെന്ന ചിന്ത അവൾക്ക് ധൈര്യം നൽകി. അവൻ അവളെ ജീവനക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതോടെ ആരതിയുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കമായി. ആരതി ഓഫീസിലെ ജോലികളിൽ വളരെ വേഗത്തിൽ പ്രാവീണ്യം നേടി. ആയുഷ് ഓരോ കാര്യങ്ങളും ക്ഷമയോടെ അവൾക്ക് പറഞ്ഞുകൊടുത്തു. ഫ്രണ്ട് ഡെസ്കിൽ ഇരിക്കുന്ന അവൾ ഓഫീസിലേക്ക് വരുന്ന ക്ലയന്റുകളോട് വളരെ വിനയത്തോടെയും പ്രൊഫഷണലായും പെരുമാറാൻ പഠിച്ചു. ആ വലിയ കമ്പ്യൂട്ടർ സ്ക്രീനും ഫോൺ കോളുകളും ആദ്യം അവളെ ഭയപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ അവൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അവ കൈകാര്യം ചെയ്തു. പുതിയൊരു അന്തരീക്ഷം അവൾക്ക് നൽകിയ മാറ്റം ചെറുതായിരുന്നില്ല. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. അവൾ വന്നതോടെ ആയുഷിന്റെ ശൂന്യമായിരുന്ന ബംഗ്ലാവിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. രാവിലെ അടുക്കളയിൽ നിന്ന് നല്ല ഭക്ഷണത്തിന്റെ സുഗന്ധം ഉയരാൻ തുടങ്ങി. വൈകുന്നേരം ഇരുണ്ട് കിടന്നിരുന്ന വലിയ വീടിപ്പോൾ വെളിച്ചത്താൽ തിളങ്ങുന്നു. ആയുഷിന് തന്റെ ജീവിതത്തിലെ ഏകാന്തത പതുക്കെ ഇല്ലാതാകുന്നതായി തോന്നി. ഒരു ദിവസം വൈകുന്നേരം പതിവ് പോലെ അവർ ഓഫീസിലെ ജോലികൾ കഴിഞ്ഞ് ഒന്നിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ ലിവിംഗ് റൂമിൽ വലിയ സോഫയിൽ ഗാംഭീര്യത്തോടെ ഇരിക്കുന്ന ഒരാളെ കണ്ട് ആയുഷ് പെട്ടെന്ന് അമ്പരന്നുപോയി. അതവന്റെ അച്ഛനായിരുന്നു. സാധാരണയായി അദ്ദേഹം വലിയ ബിസിനസ് യാത്രകളിൽ ആയിരിക്കും. ആ മാസങ്ങളിൽ വീട്ടിൽ വരാറേയില്ലായിരുന്നു. അച്ഛൻ കടുത്ത ഗൗരവത്തോടെ ആയുഷിനെയും അവന്റെ പുറകിൽ നിൽക്കുന്ന ആരതിയെയും മാറി മാറി നോക്കി. ആരതി ആ മനുഷ്യന്റെ നോട്ടം കണ്ട് ഭയന്ന് ആയുഷിന്റെ പുറകിലേക്ക് അല്പം ഒതുങ്ങി നിന്നു. അച്ഛൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ആയുഷിന്റെ അടുത്തേക്ക് വന്ന് ദേഷ്യം കലർന്ന സ്വരത്തിൽ ചോദിച്ചു, ആയുഷ്, ആരാണ് ഈ പെൺകുട്ടി? നീ എന്തിനാണ് ഇവളെ ഈ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? ഞാനില്ലാത്ത സമയത്ത് ഇവിടെ എന്താണ് നടക്കുന്നത്? അച്ഛന്റെ ചോദ്യത്തിലെ കടുപ്പം ആരതിയെ സങ്കടപ്പെടുത്തി. എന്നാൽ ആയുഷ് തികച്ചും ശാന്തനായി മറുപടി നൽകി. അച്ഛാ, ഇവളുടെ പേര് ആരതി എന്നാണ്. ഇവൾക്ക് ജീവിതത്തിൽ ഒരു വലിയ അപകടം സംഭവിച്ചതാണ്. ഒരു രാത്രിയിൽ കനത്ത മഴയത്ത് പൂർണ്ണമായും തകർന്ന് വഴിയാധാരമായ അവസ്ഥയിലാണ് ഞാൻ ഇവളെ കണ്ടത്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ഇവളെ അവിടെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇവൾക്ക് ഇവിടെ അഭയവും നമ്മുടെ ഓഫീസിൽ ഒരു ജോലിയും നൽകി. ഇപ്പോൾ ഇവൾ വളരെ നന്നായി ജോലി ചെയ്യുന്നുണ്ട്. അച്ഛൻ കോപത്തോടെ മേശപ്പുറത്ത് കൈ അടിച്ചു പറഞ്ഞു. നീ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് ചിന്തിക്കുന്നത് ആയുഷ്. ബിസിനസ് ലോകത്ത് നമ്മൾ പുലർത്തുന്ന ഒരു അന്തസ്സുണ്ട്. വഴിയിൽ കാണുന്നവരൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഇതെന്തോ ഹോട്ടലാണോ? നാളെ സമൂഹം നമ്മളെ കുറിച്ച് എന്ത് പറയും? ഒരു പെൺകുട്ടിയെ നിന്റെ കൂടെ ഒരേ വീട്ടിൽ താമസിപ്പിക്കുന്നു എന്നറിഞ്ഞാൽ നമ്മുടെ ബിസിനസ് പ്രതിച്ഛായയെ അത് ബാധിക്കില്ലേ? നാളെ ഇവൾ നിനക്കെതിരെ എന്തെങ്കിലും വ്യാജ പരാതി നൽകിയാൽ നീ എന്ത് ചെയ്യും? ഈ ലോകം നീ വിചാരിക്കുന്നത് പോലെ അത്ര നല്ലതല്ല. അച്ഛന്റെ വാക്കുകൾ കേട്ട് ആരതിയുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ കാരണം ആയുഷിന് അച്ഛന്റെ മുന്നിൽ തല ഉനിക്കേണ്ടി വരുന്നു എന്ന ചിന്ത അവളെ വേദനിപ്പിച്ചു. എന്നാൽ ആയുഷ് ഉറച്ച ശബ്ദത്തിൽ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, കഷ്ടപ്പെടുന്നവരെയും അനാഥരെയും സഹായിക്കണം എന്നാണ് അച്ഛൻ എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചത്. ഞാൻ അത് മാത്രമാണ് ചെയ്തത്. ആരതി വളരെ നല്ലൊരു പെൺകുട്ടിയാണ്. അവളെക്കുറിച്ച് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവൾ കാരണം നമ്മുടെ അന്തസ്സിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല. മകന്റെ ദൃഢത കണ്ടപ്പോൾ അച്ഛൻ അല്പം ശാന്തനായി. എങ്കിലും മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ പറഞ്ഞു, ശരി, നീ ഇവളെ സഹായിച്ചു, അത് നല്ലത് തന്നെ. എന്നാൽ എപ്പോഴും ജാഗ്രത പാലിക്കണം. നിയമപരമായ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടരുത്. കാരണം ഈ പെൺകുട്ടിയുടെ ഭൂതകാലം എന്താണെന്ന് നമുക്കറിയില്ല. അച്ഛൻ തന്റെ മുറിയിലേക്ക് നടന്നുപോയി. അച്ഛന്റെ വാക്കുകൾ ആരതിയെ ഭയപ്പെടുത്തിയെങ്കിലും ആയുഷ് അവൾക്ക് നൽകിയ ആ ഉറച്ച പിന്തുണ അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. അവൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനും സ്വന്തം കാലിൽ നിൽക്കാനും ഉള്ളിൽ ഉറപ്പിച്ചു. അച്ഛന്റെ മുന്നറിയിപ്പുകൾക്ക് ശേഷവും ആയുഷ് ആരതിയെ കൈവിട്ടില്ല. ഓഫീസിൽ അവൾ ഇപ്പോൾ വെറും ഒരു റിസപ്ഷനിസ്റ്റ് മാത്രമായിരുന്നില്ല, മറിച്ച് എല്ലാവരുടെയും ബഹുമാനം പിടിച്ചു പറ്റിയ മികച്ചൊരു ജീവനക്കാരിയായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അവൾ ആയുഷിനോട് സന്തോഷത്തോടെ പറഞ്ഞു, ഇന്ന് ഓഫീസിൽ വന്ന ഒരു വലിയ ക്ലയന്റ് എന്നോട് പറഞ്ഞു ഞാൻ വളരെ പ്രൊഫഷണൽ ആയാണ് സംസാരിക്കുന്നതെന്ന്. ജീവിതത്തിൽ ആദ്യമായി എനിക്ക് എന്നെ കുറിച്ച് തന്നെ വലിയ അഭിമാനം തോന്നി ആയുഷ്. ആയുഷ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
അതാണ് ഞാൻ പറഞ്ഞത് ആരതി, നിങ്ങളിൽ വലിയൊരു കഴിവുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ പഴയ ആ ഭയമില്ല, പകരം മികച്ച ആത്മവിശ്വാസമാണുള്ളത്. എന്നാൽ ജീവിതം ശാന്തമായി മുന്നോട്ടു പോകുന്നു എന്നു കരുതിയ നിമിഷത്തിലാണ് വിധി വീണ്ടും വില്ലന്റെ രൂപത്തിൽ എത്തിയത്. ഒരു ശനിയാഴ്ച ഓഫീസിന് അവധിയായിരുന്നു. ആയുഷ് ചില പ്രധാനപ്പെട്ട ബിസിനസ് ഫയലുകൾ എടുക്കാനായി അല്പം ദൂരെയുള്ള ഓഫീസിലേക്ക് പോയി. ആരതി വീട്ടിൽ തനിച്ചായിരുന്നു. അവൾ അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്നതിനാൽ ബംഗ്ലാവിന്റെ മുൻവശത്തെ പ്രധാന വാതിൽ പൂർണ്ണമായി പൂട്ടിയിരുന്നില്ല. വെറുതെ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ലിവിംഗ് റൂമിൽ നിന്ന് വലിയൊരു ബഹളവും സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്ന ശബ്ദവും കേട്ടു. ഭയന്നുപോയ ആരതി ഓടി ഹാളിലേക്ക് വന്നു. അവിടെ കണ്ട കാഴ്ച അവളെ ഞെട്ടിക്കുന്നതായിരുന്നു. അലങ്കോലമായി കിടക്കുന്ന ആ മുറിയുടെ നടുവിൽ ക്രൂരമായ ചിരിയോടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുൻ ഭർത്താവ് റോഹിത്. അവന്റെ കണ്ണുകളിൽ കടുത്ത ദേഷ്യവും പ്രതികാരവും ഉണ്ടായിരുന്നു. അവൾക്ക് പിന്നോട്ട് മാറാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അവൻ മുന്നോട്ട് ആന് അവളുടെ കൈകളിൽ ബലമായി പിടിച്ചു വലിച്ചു. എന്നെ വിടൂ, ദയവായി എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു വിളിക്കാൻ തുടങ്ങി. എന്നാൽ അവൻ അവളെ കൂടുതൽ ദ്രോഹിക്കാൻ നോക്കി. ഇതേ സമയം ഫയലുകളുമായി തിരികെ വീട്ടിലെത്തിയ ആയുഷ് മുൻവാതിൽ തുറന്നു കിടക്കുന്നതും അകത്തുനിന്ന് ആരതിയുടെ നിലവിളിയും കേട്ട് പരിഭ്രാന്തനായി അകത്തേക്ക് ഓടിക്കയറി. അവിടെ ആരതിയെ ബലമായി പിടിച്ചു വെച്ചിരിക്കുന്ന റോഹിത്തിനെ കണ്ടതും ആയുഷിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ കോപത്തോടെ അലറി, ആരാണ് നീ? അവളുടെ മേൽ നിന്ന് കൈ മാറ്റൂ ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ നിന്റെ കൈ ഞാൻ തല്ലിയൊടിക്കും, ഓർത്തുവെച്ചോ. ആ മനുഷ്യൻ ഒട്ടും കുലുങ്ങാതെ ആരതിയെ കൂടുതൽ തന്നിലേക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ പറഞ്ഞു, സുഹൃത്തെ, അനാവശ്യമായി ദേഷ്യപ്പെടരുത്. ഇതെന്റെ ഭാര്യയാണ്, നിയമപരമായി എന്റെ സ്വന്തം. ഇവളെ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ വന്നതാണ്. അതിന് നിനക്കെന്താ? ആയുഷ് ഞെട്ടലോടെ ആരതിയെ നോക്കി. അവൾ ഭയന്ന് വിറച്ചുകൊണ്ട് കണ്ണീരോടെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ആയുഷ്, ഇത് രോഹിത്താണ്, എന്റെ ഭർത്താവ്. അപ്പോഴാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് ആരതിയുടെ ജീവിതം നശിപ്പിച്ച ആ ക്രൂരനാണെന്ന് ആയുഷിന് പൂർണ്ണമായും ബോധ്യപ്പെട്ടത്. രോഹിത് അഹങ്കാരത്തോടെ ആരതിയുടെ കൈകളിൽ കൂടുതൽ ബലമായി പിടിച്ചുകൊണ്ട് അവളെ വാതിലിന് നേരെ വലിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആയുഷ് ഒരു മതിൽ പോലെ അവർക്കിടയിലേക്ക് കയറി നിന്നു. അവൻ രോഹിത്തിന്റെ കൈ ബലമായി തട്ടിമാറ്റി ആരതിയെ തന്റെ പുറകിലേക്ക് നിർത്തി. ആയുഷിന്റെ കണ്ണുകളിൽ കടുത്ത ദേഷ്യം ആളിക്കത്തുന്നുണ്ടായിരുന്നു. അവൻ രോഹിത്തിനെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നീയാണല്ലേ ആ രോഹിത്ത്? സ്ത്രീധനം ചോദിച്ച് ഈ പെൺകുട്ടിയെ മൃഗത്തെ പോലെ തല്ലി ചതച്ചവൻ. ഒരു രാത്രിയിൽ അവളെ വഴിയാധാരമാക്കി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ നിന്റെ ഈ നിയമപരമായ ബന്ധം എവിടെയായിരുന്നു? അന്നില്ലാതിരുന്ന ഏത് അവകാശത്തിന്റെ പേരിലാണ് നീ ഇന്ന് എന്റെ വീട്ടിൽ കയറി വന്ന് ഇവളെ ഭീഷണിപ്പെടുത്തുന്നത്? രോഹിത്ത് ക്രൂരമായി ചിരിച്ചുകൊണ്ട് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് കാണിച്ചു. എടോ മിസ്റ്റർ, നീ നിയമം അറിയാതെ സംസാരിക്കരുത്. നിയമം എന്റെ ഭാഗത്താണ്. എന്റെ പക്കൽ ഇവളുമായിട്ടുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ട്. നീ ഇവളെ എന്റെ കൂടെ വിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കും. നിനക്കെതിരെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ചിരിക്കുന്നു എന്ന് കാണിച്ച് കേസ് കൊടുക്കും. അങ്ങനെ വല്ലതും ഉണ്ടായാൽ നിന്റെയും നിന്റെ അച്ഛന്റെയും ഈ വലിയ കുടുംബ മഹിമയും ബിസിനസ്സും അതോടെ തീരും. ആയുഷ് ഒട്ടും ഭയപ്പെടാതെ അവന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, വിളിക്കൂ, പോലീസിനെ ഇപ്പോൾ തന്നെ വിളിക്കൂ. നീ അവളോട് ചെയ്ത ക്രൂരതകൾക്ക്, സ്ത്രീധന പീഡനത്തിന് നിന്നെ കമ്പി എണ്ണിക്കാനുള്ള തെളിവുകൾ എന്റെ പക്കലുണ്ട്. ഒരു സ്ത്രീയെ ചതിയിൽപ്പെടുത്തി വിൽക്കാൻ നോക്കിയ ആ സംഘത്തിൽ നിനക്കുള്ള പങ്കിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കട്ടെ. നീ ഇന്ന് എന്റെ അനുവാദമില്ലാതെ എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് നിന്നെ ജയിലിൽ അടക്കാൻ എനിക്ക് നന്നായി അറിയാം. ആയുഷിന്റെ ആത്മവിശ്വാസവും ധൈര്യവും കണ്ടപ്പോൾ രോഹിത് അല്പം പരിഭ്രാന്തനായി. അവൻ തന്റെ സ്വരം പതുക്കെ മാറ്റി തന്ത്രപരമായി സംസാരിക്കാൻ തുടങ്ങി. നോക്കൂ ആയുഷ്, നമുക്കിതൊരു വലിയ തർക്കമാക്കേണ്ടതില്ല. നീ വലിയൊരു ബിസിനസ്സുകാരനാണ്. ഇവൾക്ക് വേണ്ടി നീ ഇതുവരെ ചിലവാക്കിയ പണവും ഭക്ഷണ ചെലവും എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഞാനത് തരാം. എന്റെ ഭാര്യയെ എനിക്ക് വിട്ടുതരൂ. അതോടെ ഈ പ്രശ്നം ഇവിടെ തീരും. ആ വാക്കുകൾ കേട്ടപ്പോൾ ആരതിയുടെ ഉള്ളിലെ ഭയം പൂർണ്ണമായും ദേഷ്യമായി മാറി. അവൾ ആയുഷിന്റെ പുറകിൽ നിന്ന് മുന്നോട്ട് വന്നു. ആയുഷ് അവളോട് ചോദിച്ചു, ആരതി, നീ പറ, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ആരുടെയും ഭയമില്ലാതെ, ഒരു സമ്മർദ്ദവുമില്ലാതെ നിന്റെ തീരുമാനം ഇവന്റെ മുഖത്ത് നോക്കി വ്യക്തമാക്കൂ. ആരതി രോഹിത്തിന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു, ഞാൻ ഒരിക്കലും നിന്റെ കൂടെ വരില്ല. നരകതുല്യമായ നിന്റെ ആ വീട്ടിലേക്ക് ഇനി ഞാൻ ചാവേണ്ടി വന്നാലും വരില്ല. നീ അന്ന് എന്നെ ഇറക്കി വിട്ടപ്പോൾ തന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചതാണ്. ഇന്ന് ജീവിക്കുന്ന ആരതിക്ക് നിന്നെ ആവശ്യമില്ല. നിന്റെ ഒരു പൈസയും എനിക്ക് വേണ്ട. രോഹിത് ദേഷ്യത്തോടെ പറഞ്ഞു, നീ ഇവന്റെ കൂടെ സുഖമായി ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത്?
പോകുന്നത്? നിന്റെ പുതിയ താവളം ഇതാണല്ലേ? ആ വാക്കുകൾ കേട്ടതും ആയുഷിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ രോഹിത്തിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് വാതിലിന് നേരെ തള്ളി. ഇനിയൊരു വാക്ക് ഇവൾക്കെതിരെ സംസാരിച്ചാൽ നീ ഇവിടുന്ന് ജീവനോടെ പുറത്തു പോകില്ല. മര്യാദക്ക് ഇറങ്ങിപ്പോകൂ എന്റെ വീട്ടിൽ നിന്ന്. ആയുഷിന്റെ ഈ സംസാരം കണ്ടു ഭയന്ന രോഹിത്ത്, ഞാൻ ഇതിനു പകരം ചോദിക്കും. നിങ്ങളെ രണ്ടുപേരെയും കോടതിയിൽ കയറ്റും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയോടി. ആരതി പൂർണ്ണമായും തകർന്നുപോയി. അവളുടെ ശരീരം ഭയം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. അവൾ ലിവിംഗ് റൂമിലെ സോഫയിലിരുന്ന് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. അവൻ വീണ്ടും വരും ആയുഷ്. അവൻ എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല. പഴയതുപോലെ എന്നെ ഇരുണ്ട ലോകത്തേക്ക് അവൻ വലിച്ചിടും. എനിക്ക് പേടിയാകുന്നു, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ആയുഷ് പതുക്കെ അവളുടെ അരികിലിരുന്ന് അവളെ ചേർത്തു പിടിച്ചു. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവൻ ആശ്വാസവാക്കുകൾ പറഞ്ഞു. ഇല്ല ആരതി, അവൻ ഇനി നിന്നെ തൊടില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. അവൻ വന്നാൽ നമ്മൾ നേരിടും. നമ്മൾ കോടതിയിൽ പോകും. നിയമപരമായി നിനക്ക് അവനിൽ നിന്ന് പൂർണ്ണമായ മോചനം നേടാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, ഏതൊരു സാഹചര്യത്തിലും. ആരതി കണ്ണീരോടെ ആയുഷിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ആയുഷ്, നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നത്? ഞാൻ നിന്റെ ആരുമല്ലല്ലോ. വെറുമൊരു അപരിചിതയായ പെൺകുട്ടിയായ എന്നെ സംരക്ഷിക്കാൻ നീ എന്തിനാണ് നിന്റെ ജീവിതവും ബിസിനസ്സും അപകടത്തിലാക്കുന്നത്? ആയുഷ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ശാന്തമായി പറഞ്ഞു. കാരണം നീയാണ് എന്നെ വീണ്ടും ജീവിക്കാൻ പഠിപ്പിച്ചത് ആരതി. ശൂന്യമായിരുന്ന എന്റെ ജീവിതത്തിലേക്ക്, ഇരുട്ടായിരുന്ന ഈ വീട്ടിലേക്ക് വെളിച്ചവും സന്തോഷവും കൊണ്ടുവന്നത് നീയാണ്. നിന്റെ അധ്വാനവും ആത്മവിശ്വാസവുമാണ് എന്റെ യഥാർത്ഥ കരുത്ത്. അതുകൊണ്ട് നിന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അവർ ഒട്ടും സമയം കളയാതെ നഗരത്തിലെ പ്രശസ്തനായ ഒരു വക്കീലിനെ കണ്ട് രോഹിത്തിനെതിരെ വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തു. രോഹിത്ത് അവൾക്കെതിരെ ഉന്നയിച്ച കള്ളത്തരങ്ങളും അവൻ ചെയ്ത ക്രൂരതകളും സ്ത്രീധന പീഡനങ്ങളും വക്കീൽ കോടതിയിൽ തെളിവുകളോടെ നിരത്തി. രോഹിത്ത് നിയമത്തിന്റെ വഴിയിൽ ആയുഷിനെ തകർക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ആയുഷിന്റെ പക്കൽ ശക്തമായ തെളിവുകളുണ്ടായിരുന്നു. മാസങ്ങൾ നീണ്ട കഠിനമായ നിയമ പോരാട്ടത്തിനൊടുവിൽ ആ നിർണായകമായ വിധി ദിവസം വന്നു ചേർന്നു. കോടതി മുറിയിൽ കനത്ത നിശബ്ദതയായിരുന്നു. ജഡ്ജി തന്റെ വിധിന്യായം വായിക്കാൻ തുടങ്ങി. ഇരുപക്ഷത്തിന്റെയും വാദങ്ങളും തെളിവുകളും പരിശോധിച്ചതിൽ നിന്നും ആരതി എന്ന പെൺകുട്ടി ഭർത്താവായ രോഹിത്തിൽ നിന്നും കടുത്ത ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഈ കോടതിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒരു സ്ത്രീയെ സംരക്ഷിക്കേണ്ടതിന് പകരം ക്രൂരമായി ഉപദ്രവിച്ച ഭർത്താവിനൊപ്പം ജീവിക്കാൻ അവളെ നിർബന്ധിക്കാൻ കഴിയില്ല. അതിനാൽ രോഹിത്തുമായുള്ള ഈ വിവാഹബന്ധം നിയമപരമായി പൂർണ്ണമായും വേർപെടുത്തിയതായി കോടതി പ്രഖ്യാപിക്കുന്നു. ഇന്നു മുതൽ ആരതി ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. കോടതി മുറിക്ക് പുറത്തിറങ്ങിയപ്പോൾ ആരതിയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവൾ ആകാശത്തേക്ക് നോക്കി ഒരു ദീർഘശ്വാസമെടുത്തു. അവൾ ആയുഷിനോട് പറഞ്ഞു. ഇന്നെനിക്ക് കേവലം ഒരു വിവാഹമോചനം മാത്രമല്ല ലഭിച്ചത് ആയുഷ്, മറിച്ച് എന്റെ നഷ്ടപ്പെട്ടു പോയ അന്തസ്സും സന്തോഷവും തിരികെ കിട്ടി. ഞാൻ ഇന്ന് ശരിക്കും ഒരു സ്വതന്ത്ര പക്ഷിയെപ്പോലെ ജീവിക്കാൻ തുടങ്ങുന്നു. ആയുഷ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആരതി, ഇനി നിന്റെ ജീവിതം നിന്റേത് മാത്രമാണ്. നിന്നെ തടയാൻ ഇനി ആർക്കും കഴിയില്ല.